എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും 1000 പുതുവത്സരാശംസകൾ. അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോയിലൊക്കെ നമുക്ക് ഇപ്പോൾ സമയം 11:30 ആയിട്ടുണ്ട്. ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന്. എടാ ടെസു ബേബി, നമുക്ക് ന്യൂ ഇയറിന് വേണ്ടി 12 മണി കഴിഞ്ഞ് പൊട്ടിക്കാൻ വേണ്ടിയാണ് കുറച്ച് കൊരവപ്പൂവും പിന്നെ പൂത്തിരിയും അതുപോലെ എന്തോ ഈ മുകളിലോട്ട് വിടുന്ന ഇതെല്ലാം കുറച്ച് മേടിച്ചിട്ടുണ്ട്. മിലെന്നുണ്ട് അവിടെ 2025 എന്നുള്ള തിരി കൊളുത്താൻ വേണ്ടി എല്ലാം റെഡിയാക്കുവാണ്. അപ്പം 11:50 ആയിട്ടുണ്ട്. ഇനി പ്രാർത്ഥിക്കാം. മതി മതി ബാബ, മതി ബാബ, കയറി കയറി കയറി. ഇനി നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പടക്കമൊക്കെ പൊട്ടിക്കുന്ന പ്രാർത്ഥിച്ചിട്ട്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ഇനി ഒരു ചെറിയ പ്ലം കേക്ക് മേടിച്ചിട്ടുണ്ടെന്ന് മുറിക്കുന്നു. മേരി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഇനി പടക്കം പൊട്ടിക്കാനുള്ള തിരക്കിലാണ്ടോ. ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെല്ലാം ഹാപ്പി ന്യൂ ഇയർ. കറക്റ്റ് 12:05 ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ഉണ്ടോ ടെസ ബേബി പേടിച്ച് നിൽക്കുകയാണ്. അവൾ പടക്കം ഇവിടെ എല്ലാവരും അപ്പുറം ഇപ്പുറം ഉള്ളവരെല്ലാം പൊട്ടിക്കുന്ന കേട്ട് സൗണ്ട് കേട്ട് അവൻ അവൾ പേടിച്ച് നിൽക്കുക. അവിടെ നിന്നു. അവൻ പൊട്ടിക്കുമ്പോൾ വേണം ഒന്നുകൂടെ പേടിക്കും. നീ അവിടെ നിന്നു. ഒന്നുമില്ല. ടെസ് ബേബി ഹാപ്പി ന്യൂ ഇയർ. അവിടെ ഇരുന്നോ. ചുക്ക് പിടിച്ചോണ്ട് നിൽക്കട്ടെ. അന്നേരം അവൾ വാണെങ്കിൽ നനങ്ങാൻ നിന്നു. വേണ്ട, അവൾ ഓടിയെങ്കിൽ രാത്രിയില്ല. വേണ്ട പേടിച്ചോ. എങ്ങോട്ടെങ്കിലും ഓടിയെങ്കിൽ പണിയാവും. റോഡിൽ കൂടെ എല്ലാം അലച്ചുകൊണ്ട് പോകുന്ന കേട്ടോ. പടക്കം പൊട്ടിക്കുന്ന ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വീഡിയോ റിമൂവ് ചെയ്യും. അപ്പം ആഘോഷങ്ങളെല്ലാം ഒരുക്കുക ഉണ്ടോ. ഇപ്പം പടക്കം പൊട്ടിക്കില്ലേ, ഞാൻ വീഡിയോ ഓഫ് ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാപ്പി ന്യൂ ഇയർ. ഇപ്പം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇവിടെ ഭയങ്കര ആഘോഷമാണ്. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് 2 പേർക്കും സ്കൂളിലും അതുപോലെ കോളേജിലും പോകണം. എനിക്ക് ജോലിക്കും പോകണം. അപ്പോൾ 6 മണിക്കാണ് നമുക്ക് വിശുദ്ധ കുർബാന, ന്യൂ ഇയറിൻ്റെ കുർബാനയുള്ളത്. അപ്പം രാവിലെ അപ്പം ചോറും അതുപോലെ ചിക്കൻ കറിയും. അപ്പം വെള്ളയപ്പം ഉണ്ടാക്കാമെന്നുണ്ടെന്ന് അപ്പം അവൻ പറഞ്ഞു വേണ്ട, വെള്ളയപ്പം വേണ്ട, വട്ടയപ്പമായിട്ട് ഉണ്ടാക്കിയാൽ മതി. കാരണം ഞാൻ അക്കു ട്യൂഷന് പോയി കഴിയുമ്പോൾ പരമലപ്പള്ളിയിൽ ഇതിന് കുർബാനയ്ക്ക് പോകാവുന്നതുകൊണ്ടാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവിടെ ജോലിക്ക് കയറാവുന്നതുകൊണ്ടാണ്. ഇപ്പം രാവിലെ 6 മണിക്കാണ് ഞങ്ങൾക്ക് കുർബാന. രാവിലെ അന്നേരം മിലം പോവാണ്. അക്കുവിന് ട്യൂഷനുണ്ട്. അക്കുവിനെ ട്യൂഷന് വിട്ട് ഞാൻ പരുമലപ്പള്ളിയിലോട്ട് പോകാവുന്നതുകൊണ്ടാണ്. പത്രം ഇങ്ങെടുത്തേന്. അപ്പോൾ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അക്കു സ്കൂളിലോട്ട് പോയിട്ട് ഞാൻ പരുമലപ്പള്ളിയിലോട്ട് പോവാണ്. അവിടെ നിന്ന് ഞാൻ ജോലിക്ക് അങ്ങ് കയറും. മിലന് പള്ളിയിൽ പോയിട്ടുണ്ട്. പള്ളിയിൽ പോയിട്ട് വന്നിട്ട് അവനിവിടെ വന്ന് യൂണിഫോമൊക്കെ ഇട്ട് പിന്നെ കോളേജിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം പള്ളിയിൽ ഞങ്ങൾ എത്തിയപ്പോഴത്തേന് 7:30 ആയിരുന്നു. അപ്പം വിശുദ്ധ കുർബാന എല്ലാം കഴിഞ്ഞായിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ കടയെല്ലാം തുറന്നതിന് ശേഷം പള്ളിയിൽ വന്ന് നേർച്ചയൊക്കെ ഇട്ട് അപ്പോൾ അക്കു പള്ളിയിൽ കയറിയിട്ട് അതുവഴി സ്കൂളിലേക്ക് അങ്ങ് പോയി.
അപ്പം ഞങ്ങളുടെ ന്യൂ ഇയർ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ ലൈക്ക് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം വീണ്ടും ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാപ്പി ന്യൂ ഇയർ. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.